9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകൾ നോക്കാം. ജലന്ധർ ബിഷപ്പിനെതിരെ കൂടുതൽ മൊഴികൾ. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ 2 കന്യാസ്ത്രീകൾ കൂടി മൊഴി നൽകി. ബിഷപ്പ് നിർബന്ധപൂർവ്വം ആലിംഗനം ചെയ്തെന്നാണ് കന്യാസ്ത്രീകളുടെ മൊഴി. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കൂടുതൽ കുരുക്കിലാവുകയാണ്. ഇന്ന് 2 മൊഴികൾ കൂടി കൂടുതലായിട്ട് കന്യാസ്ത്രീകളുടെ മൊഴികൾ കൂടി ബിഷപ്പിനെതിരെ വന്നിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ മൊഴികൾ? വിശദാംശങ്ങൾ എന്താണ്? അഷിത, ഇതുവരെ ഈ കേസിൽ കന്യാസ്ത്രീ അല്ലാതെ മറ്റേതെങ്കിലും കന്യാസ്ത്രീകളോ മറ്റോ തങ്ങളെ ലൈംഗികമായി ഈ ബിഷപ്പ് ദുരുപയോഗം ചെയ്തതായുള്ള പരാതി പറഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേരുടെ മൊഴികൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചതിനുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ജലന്ധർ രൂപതയ്ക്ക് കീഴിൽ തന്നെയുള്ള 2 കന്യാസ്ത്രീകളാണ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. ബിഷപ്പ് നിർബന്ധപൂർവം ആലിംഗനം ചെയ്യിച്ചിരുന്നതായാണ് ഇവർ നൽകിയിരിക്കുന്ന പരാതി. ഇത് തിരുവസ്ത്രം പോലും ഉപേക്ഷിക്കാൻ കാരണമാകുന്ന തരത്തിലേക്ക് കാരണമാകുന്ന മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഭഗൽപൂർ ബിഷപ്പിനോട് ഇത് സംബന്ധിച്ച പരാതികൾ അറിയിച്ചിരുന്നതായും ഈ കന്യാസ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് പുതിയ മൊഴികൾ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഇത് കൂടുതൽ കേസിന് ബലം നൽകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ പല കന്യാസ്ത്രീകളെ കുറിച്ചും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടതായുള്ള പരാതികൾ കേട്ടിരുന്നെങ്കിലും പോലീസിന് ഒരു കൃത്യമായ മൊഴി ലഭിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നിരുന്നത്. മൊഴികളുടെ കൂടെ സാഹചര്യത്തിൽ ഈ ബിഷപ്പിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. നേരത്തെ എടുത്ത മൊഴികളിൽ തന്നെ പല വൈരുദ്ധ്യങ്ങൾ ഉള്ള സാഹചര്യത്തിലാണ് അത് കൃത്യമായി പൂർത്തിയാക്കിയ ശേഷം ബിഷപ്പിനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിലുള്ള തീരുമാനം ഉണ്ടാകുക എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ബിഷപ്പിന് നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തും എന്നതാണ് അന്വേഷണ സംഘം നൽകിയിരുന്ന സൂചന. എന്തായാലും അന്വേഷണം വളരെ ഊർജിതമായി പോകുന്നു എന്നതിന്റെ കൂടി തെളിവായാണ് പോലീസ് ഈ 2 മൊഴികളെ ചൂണ്ടിക്കാട്ടുന്നത്. അഷിത, ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ 2 കന്യാസ്ത്രീകൾ കൂടി മൊഴി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് നൽകിയത്. PK ശശി MLA-ക്കെതിരായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. പാർട്ടിയുടെ പ്രതിച്ഛായ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിൽ നടപടിയെടുക്കേണ്ടി വരുമെന്നാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്തും പാലക്കാട് നിന്ന് പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഈ വിഷയം ചർച്ച ചെയ്യുകയും ഏത് തരത്തിലായിരിക്കും CPM ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവണം, വിവാദം അവസാനിപ്പിക്കണം എന്ന ഒരു പൊതു നിലപാടിലേക്ക് CPM കേന്ദ്രങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പല മുതിർന്ന നേതാക്കളും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. കാരണം ഈ ലൈംഗിക പീഡന ആരോപണം അതൊരു മുതിർന്ന നേതാവിനെതിരെയും MLA-ക്കെതിരെയുമാണ്. അത് അത്ര കണ്ട് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് CPM നീങ്ങുന്നത്. CPM കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് 3 ആഴ്ച മുമ്പ് ഇത് സംബന്ധിച്ചൊരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗം ഈ കമ്മീഷനോട് നടപടിക്രമങ്ങൾ വേഗത്തിലെടുത്ത് യുവതിയുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. യുവതിയുടെ ബന്ധുക്കൾക്കും പാർട്ടി നേതൃത്വം നൽകിയ ഉറപ്പ് സംഘടനാ തലത്തിൽ PK ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ്. ഇത്തരമൊരു പൊതു നയത്തിലേക്ക്, പൊതു തീരുമാനത്തിലേക്ക് CPM കേന്ദ്രങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗം ഈ വിവാദങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തില്ലാത്ത സാഹചര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടായിരുന്ന ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് തടസ്സവുമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിവാദം വിശദമായി വിലയിരുത്തിയതിനു ശേഷം ഒരു നടപടികളിലേക്ക് കടക്കാനാണ് CPM ശ്രമിക്കുന്നത്. ശരി, പാലക്കാട് നിന്ന് പ്രസാദ് കൂടെ ചേരുന്നു. പ്രസാദ്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ ഘടകത്തിൽ ഈ വിഷയം ഏത് തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അഷിത, ഇവിടെയും ഇതുപോലെ തന്നെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഉള്ളത്. അതായത് ഈ പരാതിക്കാരിക്കും അവരുടെ വീട്ടുകാർക്കും CPM നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ നടപടി ഉണ്ടാകും. അതിനുശേഷം മാത്രമേ മറ്റു നീക്കങ്ങൾ നടത്താവൂ എന്നുള്ളതാണ്. കാരണം അവരുടെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്ര സമയം, അതായത് വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായില്ല എങ്കിൽ അനന്തമായി ഈ പ്രശ്നത്തെ നീട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് യുവതിയും
അതോടൊപ്പം തന്നെ അവരുടെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടമാണെങ്കിൽ ഈ പരാതി അവർക്ക് പുറത്തേക്ക് വിടേണ്ടി വരും. പോലീസിലും സർക്കാരിന്റെ മറ്റ് ഏജൻസികൾക്കും ചിലപ്പോൾ പരാതി കൈമാറേണ്ടി വരും. ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ തന്നെ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ഉൾപ്പെടെ അവർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് വീട്ടുകാർ കുറച്ചു കൂടുതൽ കർശനമായ ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. നടപടി എടുത്തില്ല എങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം പരാതിയുടെ വിശദാംശങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ എല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് CPM-നെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. അത് ഒഴിവാക്കണം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വികാരം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടിയെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. PK ശശി വിവാദം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. ശശിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. വിശദാംശങ്ങളാണ് സജിത്തും പ്രസാദും നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോളിന് 49 പൈസയും ഡീസലിന് 55 പൈസയുമാണ് കൂട്ടിയത്. വിവരങ്ങളുമായി പ്രദീപ് നാരായണനുണ്ട് കോഴിക്കോട് നിന്നും. പ്രദീപ്, ദിനം പ്രതി പെട്രോൾ ഡീസൽ വില വർധനവാണ്. എങ്ങനെയാണ് ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത്? അഷിത, തീർച്ചയായും ഓരോ ദിവസവും 50 പൈസ തോതിലാണ് ഇപ്പോൾ വർദ്ധിക്കുന്നത്. കോഴിക്കോട് വില നിർണ്ണയം പറയുകയാണെങ്കിൽ ഡീസൽ ലിറ്ററിന് 76 രൂപ 19 പൈസയായി ഉയർന്നിരിക്കുന്നു. 55 പൈസയാണ് ഡീസലിന് കൂടിയത്. 82 രൂപ 22 പൈസയാണ് പെട്രോൾ ലിറ്ററിന്. 50 പൈസയാണ് ഇന്ന് പെട്രോളിന് വർദ്ധിച്ചത്. എന്തായാലും ഏറെ ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽ തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ പോകുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ള ഒരു പമ്പിലാണ്. ഇവിടുത്തെ ആളുകളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, പെട്രോളിൻ്റെ വില നിങ്ങളിപ്പോൾ ഡെയിലി വണ്ടി ഉപയോഗിക്കുന്ന ഒരാളിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? എങ്ങനെ ബാധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്നത് കൂട്ടി അടിക്കണം. അപ്പോൾ ചിലവ് കൂടുതലാണ്. കാരണം എല്ലാ ദിവസവും പമ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും കയറി ഇറങ്ങണം. ഓരോ ദിവസം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് മെച്ചമായിരിക്കും. എങ്ങനെ? ഒരു ദിവസം കൂടുതൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത് മെച്ചമായിരിക്കും. അതെ, മെച്ചമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത്. അതെ അതെ അതെ. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ ഓരോ ദിവസവും കൂടുതലായി ഇന്ധനം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതൊരു സാമ്പത്തിക ബാധ്യതയായി മാറില്ല എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ആളുകളുള്ളത്. എന്തായാലും മറ്റൊരു ചേട്ടനുണ്ട്. ചേട്ടാ, പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 50 പൈസ കൂടി. എങ്ങനെയാണ്? എന്ത് ചെയ്യാൻ, അവരിങ്ങനെ കൂട്ടുമ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എങ്ങനെയാണ് ഇതിന് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത്? എങ്ങനെയാണ് മറികടക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ ഒന്നിനും. എത്ര പേര് എന്ത് വെച്ചാൽ കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ടല്ലോ. എന്ത് വെച്ച് കഴിഞ്ഞാലും ഗവൺമെൻറ് ഇങ്ങനെ കൂട്ട് തന്നെ. വേറെ ഒരു നിവൃത്തിയില്ല. നമ്മളപ്പോൾ ഉള്ളവർക്ക് പെട്രോൾ അടിക്കുക, അവരെത്രയാണോ പറയണത് അത് നമ്മൾ കൊടുക്കുക. അതല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ ഇവിടെ. ഇതാണ് ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇവിടെ ഈ പമ്പ് നടത്തിപ്പുകാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ഇന്ധന വില എങ്ങനെയാണ് ഓരോ ദിവസവും ഏത് രീതിയിലാണ് വർദ്ധിക്കുന്നത്? ഇയാളെ ചാർജ്മാൻ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് ഓരോ ദിവസവും? ഓരോ ദിവസം വെച്ചാൽ 35, 40, 55 ഡെയിലി 55 പൈസ വർദ്ധിക്കുന്നു. ജനങ്ങളെ പ്രയാസപ്പെടുന്നത് ജനങ്ങൾ ഇവിടെ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെതല്ലേ. അപ്പോൾ ഒരു വരുന്നത് ജനങ്ങളിങ്ങനെ കംപ്ലൈന്റ് പറയാനല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഡെയിലി ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നത് അതിന് വില മാറ്റുന്നത്. തീർച്ചയായും ഇവർക്ക് ലഭിക്കുന്ന സന്ദേശമനുസരിച്ചാണ് വിലയിലൊക്കെ തന്നെ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവരോട് പ്രയാസപ്പെടുമ്പോൾ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കുൾപ്പെടെ. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മാത്രം പെട്രോളിന് 50 പൈസയും ഡീസലിന് 55 പൈസയുമാണ് വർദ്ധിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 50 പൈസ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നത് സാധാരണക്കാരെയാണ്, ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരെയാണ്. ഇവർ 50 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അവരൊക്കെ തന്നെ നേരത്തെ ഒരു ഉപഭോക്താവ് പറഞ്ഞതുപോലെ കൂടുതൽ തുകയ്ക്ക് പെട്രോൾ അടിച്ചു വെച്ചാൽ അടുത്ത ദിവസത്തേക്കുള്ള ഒരു ബാധ്യത ഒഴിവാക്കാൻ പറ്റുമെന്ന ഒരു കണക്കൂട്ടലാണ് സാധാരണക്കാർ ഉൾപ്പെടെ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഒപ്പം ചരക്ക് നീക്കത്തിനുൾപ്പെടെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇടത് കക്ഷികളും കോൺഗ്രസും ഉൾപ്പെടെ തിങ്കളാഴ്ച ഈ പെട്രോൾ വില വർധനയിൽ, ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരത് ബന്ദിനും ദേശീയ ഹർത്താലിനും ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ഈ ഇന്ധന
ഇന്ധനവില വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുതന്നെയായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രം വലിയൊരു മാറ്റമാണ്, വലിയൊരു വർധനവാണ് ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ദിവസവും 50 പൈസ വരെയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ ഏറെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. ഇന്ധനവില ഇന്നും കൂടിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് പ്രദീപ് നാരായണൻ കോഴിക്കോട് നിന്ന് നൽകിയത്. കേരളത്തിലെ 4 മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം പ്രവേശനം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുള്ള മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് നിർണായക വാദം കേൾക്കും. പ്രവേശനം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തിരുന്നു. വയനാട് DM, പാലക്കാട് PK ദാസ്, തിരുവനന്തപുരം SR, തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജുകളിലെ 550 സീറ്റുകളിലെ പ്രവേശന നടപടികളാണ് ഇതോടെ തടസ്സപ്പെട്ടത്. പ്രവേശനം പൂർത്തിയായതിനാൽ ഇടപെടരുതെന്നാകും സംസ്ഥാന സർക്കാരിന്റെയും മാനേജ്മെന്റുകളുടെയും വാദം. ഈ രീതിയിൽ പ്രവേശനം അനുവദിക്കാനാകില്ലെന്നും വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം തർക്കമുള്ള 550 സീറ്റുകൾ ഒഴിച്ചു നിർത്തി മറ്റ് സീറ്റുകളിലേക്കുള്ള കൌൺസിലിംഗ് ഈ മാസം 8, 9 തീയതികളിലായി നടത്തുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. മലപ്പുറം ഊർങ്ങാട്ടിരി ചീങ്കണ്ണിപ്പാലിയിലെ റിസോർട്ട് നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെയും അനുമതിയില്ല. ജലസംഭരണി നിർമ്മിച്ചതും അനധികൃതമായാണെന്ന് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ പറയുന്നു. എന്നാൽ നിർമ്മാണങ്ങൾക്കെതിരെ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വനഭൂമിയോട് ചേർന്നാണ് റിസോർട്ട് നിർമ്മാണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. കൊടുമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള വനഭൂമിയോട് ചേർന്നാണ് ചീങ്കണ്ണിപ്പാലി പൊട്ടാടി ആദിവാസിയൂരിലേക്കുള്ള വഴിയിലെ റിസോർട്ട് നിർമ്മാണം. നിർമ്മാണ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഒരു കുളവും 2 കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുള്ളതായി പരിശോധനയിൽ നിന്നും വ്യക്തമാണെന്നും പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ലഭിച്ച മറുപടിയിൽ പറയുന്നു. അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് കണ്ടെത്തിയിട്ടും ഒരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഉടമയാരെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം വില്ലേജ് ഓഫീസിലുമില്ല. വനത്തിൽ നിന്നുള്ള ഉറവകളിൽ നിന്നുള്ള വെള്ളമാണ് ജലസംഭരണിയിൽ ശേഖരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജലസംഭരണിക്ക് മുകളിലായി വ്യാപകമായി മണ്ണിടിഞ്ഞിട്ടുണ്ട്. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നാണ് ജില്ലാ കളക്ടർ അമിത് മീണയുടെ പ്രതികരണം. ഫസ്റ്റ് ടൈമാണ് ഇത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഈ പ്രശ്നം. നമുക്കത് പരിശോധിച്ചിട്ട് അന്വേഷിച്ചിട്ട് നെസസറി നിയമപരമായി തീരുമാനമെടുക്കാം. റിസോർട്ട് നിർമ്മാണത്തിന് അനുമതിയില്ലെന്ന് പഞ്ചായത്ത്. റിസോർട്ട് നിൽക്കുന്ന സ്ഥലം ആരുടേതെന്ന് അറിയില്ലെന്ന് വില്ലേജ് ഓഫീസർ. പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പോലും ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ചീങ്കണ്ണിപ്പാലിയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഉദ്യോഗസ്ഥർ തികഞ്ഞ മൗനത്തിലാണ്. ക്യാമറാമാൻ അഖിലോട്ട് പാറയ്ക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 മലപ്പുറം. കരകയറാൻ പാടുപെട്ട് കുട്ടനാട്. കുട്ടനാട്ടിൽ വെള്ളം കയറി നശിച്ചത് ഏക്കർ കണക്കിന് പാടശേഖരം. കൈനകരിയിലെ തെക്കേ വവ്വാക്കാട് പാടശേഖരത്തിൽ മാത്രം 550 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. നൂറുകണക്കിന് കർഷക കുടുംബങ്ങളുടെ കണ്ണീരാണ് ഈ പാടം നിറയെ. നെല്ല് കൊയ്യാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ദുരന്തം പ്രളയരൂപത്തിലെത്തിയത്. പ്രളയമെടുത്തുപോയത് കർഷക കുടുംബങ്ങളുടെ 1 വർഷത്തെ അധ്വാനം. വെള്ളപ്പൊക്കത്തിന് തൊട്ട് മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ പാടശേഖരം നമ്മൾ സംരക്ഷിച്ച് നിർത്തിയാണ്. വെള്ളം കയറിയത് പമ്പ് ചെയ്ത് പാടശേഖരം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പമ്പ് ചെയ്ത് സംരക്ഷിച്ച് നിർത്തിയതാണ്. പക്ഷേ കഴിഞ്ഞ വെള്ളത്തിൽ ചിങ്ങമാസം 1-ാം തീയതിയോടുകൂടിയാണ് ഈ പാടശേഖരം കവിഞ്ഞു കയറി നിറഞ്ഞ് കിടക്കുകയാണ്. ചെറിയ ഒരു മട മാത്രമാണുള്ളത്. അതിലെ ഈ വെള്ളം ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ല. വവ്വാക്കാട് പാടശേഖരത്തിലെ കുടുംബങ്ങൾ പലതും ഇപ്പോഴും ക്യാമ്പുകളിൽ. വെള്ളമിറങ്ങാതെ തിരിച്ചു വരാനാകില്ല. തിരിച്ചെത്തുമ്പോൾ കൃഷി മാത്രമല്ല, വീടിന്റെ അവസ്ഥയും എന്തെന്നറിയില്ല. ഇതുപോലെ മുഴുവൻ വീടുകൾ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ക്യാമ്പുകളിലുള്ളത്. അല്ലാത്തവരൊക്കെ വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ പ്രദേശത്ത് പുറംബണ്ടുകളിലൊക്കെ വന്ന് വീടുകൾ ക്ലീൻ ചെയ്ത് പുറംബണ്ടിലും വീടുകളിലൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. ഒരു 3 മാസമെങ്കിലും ഞങ്ങൾ പിച്ച വെച്ചെങ്കിൽ മാത്രമേ പഴയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റൂ. കുട്ടനാട് പാക്കേജ് പൂർണ്ണമായി നടപ്പിലാക്കിയാൽ ഈ ദുരിതത്തിന് അറുതിയാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഒരു കായലിനോളം വിസ്താരത്തിൽ ഏക്കർ കണക്കിന് പാടശേഖരമാണ് ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 550 ഏക്കർ പാടശേഖരം പൂർണ്ണമായും ഈ പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇത് തിരിച്ചുപിടിക്കാൻ കർഷകന് കഴിയില്ല എന്നുറപ്പാണ്. കാരണം വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ വറ്റിച്ചു കളയുമ്പോൾ ഈ നെൽകൃഷി 30 ദിവസം കൂടി നിന്നാൽ കൊയ്യാമായിരുന്ന നെല്ല് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടാകും. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഓരോ കുടുംബത്തിനും ഉണ്ടാകും. ഈ പ്രളയജലത്തിൽ അടിപ്പെട്ട് കിടക്കുന്നത് കർഷകന്റെ ഒരു വർഷക്കാലത്തെ സ്വപ്നങ്ങളും അവന്റെ അധ്വാനവും കൂടിയാണ്. കൈനഗിരിയിലെ പാടശേഖരം
ചന്ദ്രശേഖരത്തിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. പ്രളയത്തെ അതിജീവിക്കാൻ കുട്ടനാട്ടിൽ പുതിയ വീടുകൾ. തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ തൂണുകൾ പണി കഴിച്ചാണ് പുതിയ വീടുകളുടെ നിർമ്മാണം. കുട്ടനാട് പൂർണ്ണമായും പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഇത്തരം വീടുകളിൽ മാത്രമാണ് അതിനെ അതിജീവിച്ചത്. വാസയോഗ്യമല്ലാത്തതിനാൽ കുട്ടനാട്ടുകാർ പലരും ഇന്ന് ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇത്തരം വീടുകൾ വ്യത്യസ്തമാവുന്നത്. പ്രളയക്കെടുതിയിൽ നിന്നും ഇപ്പോഴും കുട്ടനാട്ടിലെ ഭൂരിഭാഗം വീടുകളും മുക്തമായിട്ടില്ല. പക്ഷേ പ്രത്യേക രീതിയിൽ പുതിയതായി പണി കഴിച്ച വീടുകളിൽ ഉള്ളവർക്ക് അധിക ദിവസം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടിയും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയപ്പോൾ നമ്മുടെ പെരയുടെ മേള് വരെ വെള്ളം വരുമായിരുന്നു. ഇത്തവണ നമ്മൾ പുതിയ വീട് വെച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം വരെ വെള്ളം വന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടനാട്ടിൽ അനുയോജ്യമായി ഇത് കണക്കുള്ള വീടുകളെ ഇനി വാസയോഗ്യമാകത്തുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ തൂണുകൾ നിർമ്മിച്ച് ഇതിനു മുകളിലാണ് വീടുകൾ പണി കഴിച്ചത്. ഇത്തരം വീടുകളിൽ മാത്രമാണ് വെള്ളം കയറാതിരുന്നത്. നിർമ്മാണ ചെലവ് അല്പം കൂടുതലാണെങ്കിലും കുട്ടനാടിന് ഇനി അനുയോജ്യം ഇത്തരം വീടുകളാണ്. അതിജീവനത്തിൻ്റെ കുട്ടനാടൻ മാതൃകയാണ് ഇത്തരം വീടുകൾ. വരുംകാല പ്രളയത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാൻ ഇത്തരം വീടുകളാണ് അനുയോജ്യം. കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്ത് കൃത്യനിർവഹണത്തിൽ ഏറ്റവും മോശമെന്ന കുപ്രസിദ്ധി നേടി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. കൃത്യസമയം പാലിച്ച് ട്രെയിനുകൾ ഓടുന്ന ഡിവിഷനുകളുടെ പട്ടികയിൽ പിന്നിൽ 4ാം സ്ഥാനമാണ് തലസ്ഥാന ഡിവിഷനുള്ളത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം നിരന്തരം ട്രെയിനുകൾ വൈകി ഓടുന്ന പരാതിക്കിടെയാണ് റെയിൽവേ ആഭ്യന്തര റിപ്പോർട്ടിലെ പരാമർശം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ഭാഗമായുള്ള ട്രെയിനുകൾ സമയക്രമം പാലിച്ചല്ല സർവീസ് നടത്തുന്നതെന്ന പരാതിക്ക് ഏറെ പഴക്കമുണ്ട്. 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ വൈകിയാണ് പല ട്രെയിനുകളുടെയും സർവീസ്. ഇതിന്റെ ഫലമാണ് കൃത്യനിഷ്ഠയിൽ രാജ്യത്തെ റെയിൽവേ ഡിവിഷനുകളിലെ ഏറ്റവും പിന്നിലത്തെ സ്ഥാനം നേടി തിരുവനന്തപുരം ഡിവിഷൻ നാണം കെട്ടത്. കഴിഞ്ഞ മാസം 27 മുതൽ ഈ മാസം 2 വരെയുള്ള പ്രകടന റിപ്പോർട്ടിൽ ഏറ്റവും പിന്നിൽ നിന്നും 4ാം സ്ഥാനത്താണ് തിരുവനന്തപുരം ഡിവിഷന്റെ സ്ഥാനം. 53% മാത്രമാണ് തിരുവനന്തപുരം ഡിവിഷന്റെ കൃത്യനിഷ്ഠ. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ട്രെയിനുകൾ ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്നതാണ് ആക്ഷേപം. ഇപ്പോഴത്തെ ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും അരമണിക്കൂറോളം എത്തിച്ചേരുന്ന അറൈവൽ ടൈം അരമണിക്കൂറോളം നീട്ടിയാണ്. പക്ഷേ മിക്കവാറും സ്റ്റേഷനിലും വണ്ടികൾ അരമണിക്കൂർ 1 മണിക്കൂറുകൾ പിടിച്ചിട്ടാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ആകെ 69 ഡിവിഷനുകളിൽ 48ാം സ്ഥാനത്താണ് കേരളത്തിലെ മറ്റൊരു ഡിവിഷനായ പാലക്കാട്. 76.81% പാലക്കാടിന്റെ കൃത്യനിഷ്ഠ. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭ പിരിച്ചുവിട്ടതോടെ തെരഞ്ഞെടുപ്പിനൊരുങ്ങി തെലങ്കാന. കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിലുള്ള TRS 105 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിക്കും. ജൂൺ വരെ സർക്കാരിന് കാലാവധി ഉണ്ടെങ്കിലും നിയമസഭ പിരിച്ചുവിടാനുള്ള ചന്ദ്രശേഖര റാവുവിന്റെ നീക്കത്തിന്റെ പിന്നിൽ തുടർഭരണം തന്നെയാണ് ലക്ഷ്യം. പിരിച്ചുവിട്ടുകൊണ്ടുള്ള പ്രമേയം ഗവർണർ അംഗീകരിച്ചതിനു പിന്നാലെ 105 സ്ഥാനാർത്ഥികളെയും TRS പ്രഖ്യാപിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുന്നത് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ചന്ദ്രശേഖര റാവു. എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നാണ് ചന്ദ്രശേഖര റാവുവിന്റെ വാദം. चंद्रशेखर साहब रियासत नहीं बने तक नहीं बने, आज बने. हाँ, तेलंगाना रियासत को जीने नहीं देते क्या? मैं आपके साथ हूँ, मैं सपोर्ट डिक्लेयर करता. నేను రిక్వెస్ట్ చేయకుండా తెలంగాణ స్టేట్ ఇంట్రెస్ట్లో ఈ రాష్ట్రం ఉండాలి, స్టెబిలిటీ ఉండాలని చెప్పి వాలంటరీగా డిసిషన్ తీసుకొని సపోర్ట్ డిక్లేర్ చేసినటువంటి పార్టీ మజ్లిస్ పార్టీ. തെലങ്കാനയുടെ വികസനത്തിനു വേണ്ടി BJPയും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ലെന്നും ചന്ദ്രശേഖര റാവു കുറ്റപ്പെടുത്തി. നവംബറിൽ തെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്നു മുതൽ പ്രചാരണം തുടങ്ങാനാണ് TRS തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രളയത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ അടിഞ്ഞുകൂടിയ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ ശേഖരണം പുരോഗമിക്കുന്നു. ജില്ലാ ശുചിത്വ മിഷന്റെ മേൽനോട്ടത്തിൽ ക്ലീൻ കേരള പ്രവർത്തകരാണ് ഈ വേസ്റ്റുകൾ ശേഖരിക്കുന്നത്. കൊച്ചിയിലെ പ്രളയബാധിത മേഖലകളിൽ നിന്നും ഇതിനകം 665 കിലോ ഇലക്ട്രോണിക് മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. പറവൂർ, ആലുവ മേഖലകളിൽ നിന്നുള്ള ഈ വേസ്റ്റുകൾ അമ്പലമുകളിലെ കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഗോഡൌണിലാണ് എത്തിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ മേൽനോട്ടത്തിൽ ക്ലീൻ കേരള പ്രവർത്തകരാണ് വീടുകളിലെത്തി ഈ വേസ്റ്റ് ശേഖരിക്കുന്നത്. TV, ഫ്രിഡ്ജ് അടക്കമുള്ള കേടായ ഉപകരണങ്ങൾ ശരിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ വീട്ടുകാർ ഇവ നൽകാറില്ല. അതിനാൽ ഇവർക്ക് ബോധവൽക്കരണം നൽകാൻ ഒരുങ്ങുകയാണ് ജില്ലാ ശുചിത്വ മിഷൻ. ഏകദേശം നമുക്ക് ഒരു ടണ്ണോളം ഈ വേസ്റ്റാണ് നമുക്ക് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇതിലേക്ക് അത് വന്നിട്ടില്ല. കാരണം നമ്മുടെ ആളുകൾ ഇപ്പോഴും അതിൽ ഇനിയും ഈ വേസ്റ്റ് ശരിയാക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങൾ ഇതിൻ്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ്. 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഇനിയും ഇതേ പ്രവർത്തനം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ
ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഈ വേസ്റ്റുകൾ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനാണ് ക്ലീൻ കേരള കമ്പനി ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് കൂടി ചേർന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ബോധവൽക്കരണത്തിന് ശേഷം കൂടുതൽ ഇ വേസ്റ്റ് ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശുചിത്വ മിഷൻ. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനം സംസ്ഥാനത്തില്ലാത്തതിനാൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ എത്തിക്കാനാണ് നീക്കം. ന്യൂസ് 18 കൊച്ചി.